കരൂർ ദുരന്തം വേദനാജനകമെന്ന് ടി.വി.കെ നേതാവ് വിജയ്. ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട സാഹചര്യമില്ല. മനസ്സിൽ വേദന മാത്രമാണെന്നും ആളുകൾ റാലിക്കെത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടെന്നും വിജയ്. കരൂരിൽ മാത്രം ഇത് എങ്ങനെ സംഭവിച്ചു? പ്രവർത്തകരെ വേട്ടയാടുന്നത് തന്നെ ലക്ഷ്യം വെച്ചെന്നും വിജയ്. വിജയുടെ ആദ്യ പ്രതികരണം എക്സിൽ വീഡിയോ സന്ദേശത്തിലൂടെ. അതേസമയം സംഭവത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് കരൂരിലെത്തിയ NDA സംഘം ആവശ്യപ്പെട്ടു. ടി.വി.കെ നേതാവ് മതിയഴകൻ, പൗൺരാജ് എന്നിവർ റിമാൻഡിൽ. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അല്പസമയം മുൻപാണ് വിജയുടെ പ്രതികരണം പൊതുസമൂഹത്തിലേക്ക് വന്നത്. തന്നെ ലക്ഷ്യം വെച്ചാലും പ്രവർത്തകരെ വെറുതെ വിട്ടേക്കൂ എന്ന് പറയുന്നുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വിജയ് ഈ അവസരത്തിൽ പറയുന്നത്? രോഹിണി, തന്നെ ലക്ഷ്യം വെച്ചേക്കൂ, അല്ലാതെ പ്രവർത്തകരെ ആക്രമിക്കരുത് എന്ന നിലപാട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എങ്കിൽ കൂടി വികാരാധീനമായ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. പൊതുവേ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പതിഞ്ഞ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന വേളയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയമായി ഈ വിഷയത്തെ കാണരുത് എന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായി കാണരുത്, രാഷ്ട്രീയമല്ല, മനുഷ്യൻ്റെ ജീവൻ്റെ വിഷയമാണ്. എന്തിനാണ് ഏറ്റവും വിവാദമായ ഒരു പ്രശ്നത്തിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. എന്തിനാണ് അവിടെ ആ സംഭവം ഉണ്ടായ ഉടൻ തന്നെ സ്ഥലം വിട്ടത് എന്ന ഒരു വിമർശനം എല്ലാവരും ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം വസ്തുതാപരവുമാണ്. അന്ന് അങ്ങനെ ആ ഒരു കാര്യം നടത്തിയതിൽ ഖേദമുണ്ട് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അതിൽ വേദനയുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം പറയുന്നത്, അത്തരത്തിൽ ആ പ്രദേശത്തേക്ക്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തേക്കും ഈ അപകടത്തിൽപ്പെട്ടവരെയും കാണാൻ വീണ്ടും പോകാൻ തയ്യാറാണ്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് വാർത്തകളിലൊക്കെ സമൃദ്ധമായി നമ്മൾ കേട്ട വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും അക്കാര്യത്തിൽ ആവർത്തിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ ഇനിയും രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടരുമെന്ന നിലപാട് തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ തുടരും. ഈ അപകടത്തിൽ മരിച്ചവരുടെ വേദനയോട് ഒരു തരത്തിലും, അതായത് എന്തെങ്കിലും പറഞ്ഞ് അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു വാക്കുകളാൽ തീരുന്ന ഒരു ദുഃഖമല്ല അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കുള്ളത്. അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നെല്ലാം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെ തുടരും, രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്നും കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു പ്രതികരണം, ആദ്യമായി നൽകുന്നൊരു പ്രതികരണത്തിൽ അദ്ദേഹം ചില നിലപാടുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്ന് തന്നെയായാലും വൈകാരാധീനനായി ആ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ ഐസൺ, അതോടൊപ്പം ഇനിയുള്ള തുടർ നടപടികൾ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. NDA സംഘം കരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിന് എടുത്തേ മതിയാകുകയുള്ളൂ. അത്തരത്തിലൊരു അവലോകനത്തിന് തന്നെയാണോ അവർ എത്തുന്നത്? ഒപ്പം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ടി.വി.കെ നേതാക്കളായ മതിയഴകൻ, പൗൺരാജ് എന്നിവരെ റിമാൻഡിൽ, കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും രണ്ടുപേരുടെ കസ്റ്റഡിയിലുണ്ടായിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ സംഘാടകരെയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം നേരിട്ട് കത്ത് നൽകിയവരൊക്കെയാണ് ഇവർ. അവരെയെല്ലാം ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതും ഇവരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് കസ്റ്റഡിയിൽ വിട്ട ഇവരെ ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ്. അത് നിയമപരമായ നടപടികൾ അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ NDA സംഘം അവിടെ എത്തിയപ്പോൾ വളരെ ഗുരുതരമായ ചില വീഴ്ചകളും ചില പ്രശ്നങ്ങളും ഗൗരവമേറിയ ചില അനാസ്ഥകളും ഒരു പരിധിവരെ ചില ഗൂഢാലോചനകളും സംശയിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഹേമമാലിനി നയിച്ച അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ള ആ സംഘത്തിൻ്റെ കൃത്യമായ നിലപാട്. അവർ കൃത്യമായി പറയുന്ന വിവിധ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഒരു 300 പേർക്ക് പോലും കൃത്യമായി നിൽക്കാൻ സാധിക്കാത്തൊരു ഇടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് 1000 പേരെ തന്നെ കുത്തി നിറയ്ക്കുന്നത് വലിയൊരു എണ്ണമാണ്. അവിടേക്ക് 10,000 പേര് എങ്ങനെ എത്തുന്നു? 10,000 പേര് എത്തുന്നതിന് പോലീസ് അനുമതി കൊടുക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം തന്നെ ആദ്യം ഉയരുന്നു. പക്ഷേ 10,000 പേരുമല്ല, 30,000 40,000 പേർ തടിച്ചുകൂടി എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ജനക്കൂട്ടം മണിക്കൂറുകളോളം വൈകി വരുന്ന ഒരു സാഹചര്യത്തിൽ, വലിയ തോതിൽ ജനക്കൂട്ടം വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഏത് രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിച്ചത് എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. രോഹിണി. ശരി ഐസൺ.